നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കളിക്കളത്തിൽ ചെയ്ത് കാണിക്കലാണ്, അല്ലാതെ വേറെ ഇവിടെ എന്നിങ്ങനെ ഓരോന്ന് പറയലല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കളിക്കളത്തിൽ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ പെർഫോമൻസിലൂടെ സംസാരിക്കണം. ഫ്രാൻസിനെ യുവേഫ നേഷൻസ് ലീഗിൻ്റെ സെമി ഫൈനലിൽ പരാജയപ്പെടുത്തുമ്പോൾ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയ ശേഷം ലമീൻ യമാൽ പറയുന്നു, യെസ്, കളത്ത് കാണിക്കണം, അല്ലാതെ മറ്റു വാദങ്ങളിൽ അർത്ഥമില്ല, കളത്തിൽ ചെയ്ത് കാണിക്കണം. ഇദ്ദേഹം ഇങ്ങനെ പല ഘട്ടങ്ങളിലൊക്കെ പറയാറുണ്ട്, നമുക്കറിയാം. അത് റയലിനെതിരെയുള്ള വിജയത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകളും, അവർ 2-3 ഗോൾ അടിക്കട്ടെ, ഈ കൊല്ലം ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ അത് പിന്നീടൊരു കളിക്ക് മുമ്പ് അദ്ദേഹത്തോട് ചോദിക്കുന്നു, നിങ്ങളുടെ വാക്കുകൾ മാഡ്രിഡിൽ അത്ര മികച്ച രൂപത്തിലല്ലല്ലോ എടുത്തെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇപ്പം ഞാൻ ജയിച്ച് നിൽക്കുകയാണ്, ഞാൻ ജയിച്ച് നിൽക്കുന്നിടത്തോളം, ഞങ്ങൾ ജയിക്കുന്നിടത്തോളം തിരിച്ചൊന്നും പറയാൻ അവർക്ക് പറ്റില്ല എന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ഇദ്ദേഹം സാധാരണ പറയാറുള്ളതാണ്. സോ ലമീൻ യമാൽ പറയുന്നു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കളത്തിലിറങ്ങി കാണിക്കണം. അപ്പോൾ അദ്ദേഹം അത് കളത്തിലിറങ്ങി ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് അത് പറഞ്ഞത്, ഒരു സംശയവും വേണ്ട. ഈ ഒരു മത്സരത്തിൽ കിലിയൻ എംബാപ്പെ ഉണ്ടായിരുന്നു, ഡിസൈർ ഡൂ ഉണ്ടായിരുന്നു, മൈക്കൽ ഒലീസ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തുണ്ടായി? ഓസ്മാൻ ഡംബലെ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ പ്ലെയർ ഓഫ് ദി മാച്ച് കൊണ്ടുപോയി ലമീൻ യമാൽ. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ പറയാം. എന്തായാലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൻ്റെ കണക്ക് നോക്കുക. 51 ടച്ചുകൾ, 2 ഗോളുകൾ, 5 ഷോട്ടുകളിൽ 2 ഓൺ ടാർഗറ്റിലേക്ക്, ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു, 3 കീ പാസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിരുന്നു, 29 പാസുകളിൽ 24 ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു, 3 ഡ്രിബിളിംഗ് അറ്റംപ്റ്റുകൾ 2 സക്സസ്ഫുള്ളായി, 12 ഡ്യുവൽസിൽ 10 വിൻ ചെയ്തു, 4 ടാക്കിളുകൾ നടത്തി, 4 ഫൗളുകളാണ് അദ്ദേഹം സഫർ ചെയ്തത്, ഒരു പെനാൽറ്റി അദ്ദേഹം നേടിയെടുത്തു. അങ്ങനെ മികച്ച പ്രകടനം നടത്തിയ താരത്തിന് sofascore.com നൽകിയ റേറ്റിംഗ് 9.7 ആയിരുന്നു. കളിക്കളത്തിൽ പൊളിച്ചടുക്കിയ ലമീൻ യമാൽ പറയുന്നു, കളത്തിലാണ് കാണിക്കേണ്ടത് എന്ന്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.